ഇന്നലെ രസകരമായ ഒരു ട്രോള് കാണാനിടയായി. ഒരാള് ഒരു ചാനലിലേക്ക്, അത് ഏത് ചാനലാണെന്ന് ഞാൻ പറയുന്നില്ല, ആ ഒരു ചാനലിലേക്ക് വിളിച്ച് ചോദിക്കുക, ഹലോ, ഈ കൊച്ചി വിമാനത്താവളം എപ്പോഴാണ് അടയ്ക്കുന്നത് എന്ന് ചോദിച്ചു. അത് ഇവിടെ അന്ന് വിളിച്ചു ചോദിക്കണ്ടേ, അത് നിങ്ങൾ വിമാനത്താവളത്തിൽ വിളിച്ചു ചോദിക്കണം എന്ന് ചാനലിൽ നിന്ന് പറയുന്നു. അല്ല, കൊച്ചി വിമാനത്താവളത്തിൽ നിന്ന് ഞാൻ വിളിക്കുന്നേ എന്ന് പറഞ്ഞു. ഇതെന്താണെന്നറിയോ ഇതിന്റെ കാരണം? എല്ലാ വിമാനത്താവളങ്ങളും, കേരളത്തിലെ എല്ലാ വിമാനത്താവളങ്ങളും, ഇന്ത്യയിലെ മുഴുവൻ വിമാനത്താവളങ്ങളും അടയ്ക്കുന്നു എന്നൊരു വാർത്ത പല മാധ്യമങ്ങളും കൊടുത്തു കഴിഞ്ഞു. അത് എവിടുന്ന് അവർക്ക് കിട്ടിയെന്നുള്ള ന്യൂസ് കിട്ടിയെന്നുള്ളത് എനിക്കറിയില്ല. പിന്നെ അവസാനം കുറച്ച് കഴിഞ്ഞ് അത് വലിയ ഒരു പ്രശ്നമായിട്ട് തോന്നിക്കഴിഞ്ഞപ്പം അത് വളരെ കുറച്ച് വിമാനത്താവളങ്ങളെ പേര് പറഞ്ഞപ്പോൾ ഇപ്പൊ നമുക്കറിയാം, ശ്രീനഗർ, അതുപോലെ ലേ, പിന്നെ ചിലപ്പോൾ ജയ്പൂര്, അതേപോലെ തന്നെ പഞ്ചാബിലെ ഒക്കെ ഉള്ള ജലന്ധർ, പിന്നെ അതേപോലുള്ള എയർപോർട്ടുകളൊക്കെ അവിടെയൊക്കെ കാരണം അതിർത്തിയോട് ചേർന്ന് കിടക്കുകയാണ്. മറ്റ് അതിർത്തി പാകിസ്ഥാന്റെ അതിർത്തിയുമായിട്ട് വളരെ ചേർന്ന് കിടക്കുന്ന സ്ഥലങ്ങളായതുകൊണ്ട് നമ്മുടെ യാത്രക്കാരുടെ സുരക്ഷിതത്വം നോക്കിയിട്ട് ആണ് ഗവൺമെന്റ് അത് ചെയ്യുന്നത്. അല്ലാതെ ഇവിടെ ഈ പാകിസ്ഥാൻ ഇങ്ങോട്ട് കയറി ഇതൊന്നും ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാനും നോക്കത്തില്ല. കാരണം നമ്മുടെ ഈ S-400 എന്ന് പറയുന്ന ആ വ്യോമ പ്രതിരോധ സിസ്റ്റം എന്ന് പറയുന്നത് വളരെ അത്യുത്തമമാണ്. കാരണം അത് എത്ര എണ്ണത്തിൽ നിന്നാണ് രക്ഷപ്പെടുത്തുന്നത്. ചിലപ്പോൾ അബദ്ധത്തിൽ അല്ലാതെ ഒന്നോ രണ്ടോ ഒക്കെ തെറ്റിദ്ധരിച്ച് ഇവിടെ വീണിട്ടുള്ളതല്ലാതെ, അത് വീണതൊക്കെ അതിലൊക്കെയാണ് ഈ മരണങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളതൊക്കെ. അതുള്ളതല്ലാതെ ഇവിടെ നമുക്ക് വലിയ നാശങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. നമ്മുടെ സൈനിക താവളങ്ങളൊന്നും ആക്രമിക്കപ്പെട്ടിട്ടില്ല, ആക്രമിക്കാൻ സമ്മതിച്ചിട്ടില്ല ഈ S-400. അതേപോലെ തന്നെ ഈ തന്ത്രപ്രധാനമായ മേഖലകളൊന്നും ഡൽഹിയൊക്കെ കരുതി ഇങ്ങോട്ടൊക്കെ അവർ വലിയ മിസൈലും ഒക്കെ തൊടുത്തു വിട്ടല്ലോ, അത് മുഴുവൻ അടിച്ച് നശിപ്പിച്ചു. പിന്നെ കുറെ വാചക കസർത്ത് പാകിസ്ഥാൻ നടത്തും, ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈലുകൾ തകർത്തു എന്ന്. ഒന്നും തകർത്തിട്ടില്ല. ബ്രഹ്മോസ് പോയിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ ലക്ഷ്യം കണ്ടിട്ടുണ്ട്. അതിന് തകർക്കുന്നൊന്നുമല്ല, അത് അവിടെ തകർത്തിട്ടുണ്ട്. അതാണ് ഈ തകർക്കപ്പെട്ടു എന്ന് പറയുന്നത്. ശരിയാണ്. കാരണം ഇത് ഒരു സൂയിസൈഡ് അറ്റാക്ക് പോലാണ് ഇത് ചെയ്യുന്നത്. ഇത് പോയി വീണ് കഴിഞ്ഞാൽ അവിടെ അങ്ങ് നശിപ്പിക്കും, അതാര്യം. പിന്നെ അത് കാണത്തില്ല. അതാണ് ഈ നശിപ്പിച്ചെന്ന് പറയുന്നത്. അത് നശിപ്പിച്ചു എന്നുള്ളതാണ് പറയേണ്ടത്. അതിന് വരെ ഇത് പറയും. ഇപ്പൊ ഞാൻ പറയാൻ കാര്യം എന്താ അറിയാം, നമ്മുടെ രാജ്യത്തിനോടൊപ്പം നിൽക്കണം. കാരണം നമ്മുടെ രാജ്യത്ത് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായാൽ പോലും ആളുകളിലെ ഭയം ജനിപ്പിക്കുന്നതോ, അതേപോലെ തന്നെ ആളുകളെ ഭയവിഹ്വലരാക്കുക, പരിഭ്രാന്തരാക്കുക, ഇങ്ങനെയുള്ള അതൊക്കെ ഈ സമയത്ത് നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല ആരും. കാരണം ഭയപ്പെടുത്തുന്ന ഒരു രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. നമ്മൾ ജാഗരൂകരായിരിക്കണം എന്നുള്ളത് ശരിയാണ്, അത് പറയാം. അതിനപ്പുറത്തോട്ട് കയറി മറ്റേത് ഇങ്ങനെ ചെയ്തു ഇന്ത്യയുടെ ആദ്യം അത് പാകിസ്ഥാന് പോലും ഇല്ലാത്ത കേസുകൾ ചിലർക്കുണ്ട് കേട്ടോ. ഉദാഹരണമായിട്ട് പണ്ട് എനിക്ക് അയാളെ അറിയില്ല, ഒരു മാത്യു സാമുവൽ എന്ന് പറയുന്ന ഒരാളെ എനിക്ക് അയാളെ പരിചയമില്ല, എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്ക് അതിന് മുമ്പ് അയാളെ അറിഞ്ഞുകൂടാ. മുമ്പെന്ന് പറയാൻ ഒരു സംഭവം ഉണ്ട്, അതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. ഞാൻ ഒരിക്കൽ എന്തോ ഒരു അന്താരാഷ്ട്ര മാറ്ററിൽ ഇസ്രയേലിന്റെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഒരു മാറ്ററിലാണെന്ന് തോന്നുന്നു. അപ്പോൾ അത് ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു. അപ്പൊ അത് പ്രൈം വിറ്റ്നസിന് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിന് ഞാനൊരു വീഡിയോ ചെയ്തു കൊടുത്തു. ഇങ്ങനെ ഉണ്ടായിരുന്നു. അവർ വന്ന് എടുത്തുകൊണ്ട് പോയത്, എൻ്റെ അടുത്ത് ചോദിച്ചു, ഞാൻ അതിനെക്കുറിച്ച് പറയുകയും ചെയ്തു. അതിന് എന്നെ ഒരുപാട് തെറിയും പറഞ്ഞ് ആക്ഷേപിച്ചിട്ട് ഇയാള് ഒരു വീഡിയോ ഇട്ടു. എനിക്ക് ഇയാളെ അറിഞ്ഞൂടാ. അയാളുടെ അടുത്ത് എനിക്കൊരു വിരോധം ഇല്ലായിരുന്നു. അയാൾക്ക് എൻ്റെ അടുത്ത് എന്താ വിരോധം എന്നുള്ളത് എനിക്കറിയില്ല. വിരോധം ഉണ്ടാവാൻ കാര്യം എന്ന് പറയുന്നത്, ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യനിർവഹണത്തിന്റെ ഭാഗമായിട്ട് ഒരു മതമേലധ്യക്ഷനെതിരെ യഥാർത്ഥത്തിൽ ഞാൻ ഒരു ഓർഡർ പാസ്സാക്കാൻ ഇടയായിട്ടുണ്ട്. ആ പാസ്സാക്കിയെന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങോട്ട് പോയി വിളിച്ചുകൊണ്ടൊന്നുമല്ല, എന്നെ കൊണ്ട് നിർബന്ധമായിട്ട് കേൾക്കണമെന്ന് പറഞ്ഞ് കേൾപ്പിച്ചു, ഞാൻ പാസ്സാക്കി. അത് എൻ്റെ ജോലിയാണ്, ഔദ്യോഗികമായ ജോലിയാണ്. അല്ലാതെ ഈ മാത്യു സാമുവൽ ചെയ്യുന്നതോ പോലുള്ള നുണപ്രചാരണങ്ങളല്ല ഞാൻ അവിടെ ചെയ്തത്. നല്ല കാര്യം ഞാൻ ചെയ്തു എന്നുള്ള ഒരു തോന്നൽ എനിക്കുണ്ട്. എനിക്ക് അതിനകത്ത് ഒരു റിഗ്രറ്റും ഇല്ല. അതിന് ഒരു ചെറിയ വിഭാഗം ആളുകൾക്ക്, അതിൽ പെടുന്ന ആളുകൾക്ക്, അതിലെ ആ പ്രതിസ്ഥാനത്തുണ്ടായിരുന്ന ആളുമായിട്ട് ബന്ധമുള്ള ആളുകൾക്ക് അതിനകത്ത് ചിലപ്പോൾ എതിർപ്പ് കാണും. അത് സ്വാഭാവികമാണ്. എനിക്ക് വിരോധമൊന്നുമില്ല അത്. കാരണം ഒരു ജഡ്ജ്മെന്റ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പകുതി ആളുകൾ എങ്ങനെയായാലും നമ്മുടെ വിരോധികളാവും, തോറ്റു പോകുന്നവര്. എന്നാൽ ജയിക്കുന്നവരെ കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും കിട്ടത്തില്ല, നമുക്ക് അനുകൂലം പറയത്തില്ല. അതിനവർ കാരണങ്ങൾ കൊടുക്കും. ദൈവം വിചാരിച്ചുകൊണ്ട് രക്ഷപ്പെട്ടു, അത് ദൈവത്തിന് പോയി.
അല്ലെങ്കിൽ എനിക്ക് പണം ഉണ്ടായതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു, അത് അവന്റെ പണം. ഈ രീതി പറയും. ചിലർ പിന്നെ പറയും ഞാൻ ഭാഗ്യം കൊണ്ട് അവിടെ ഭാഗ്യത്തിനാണ്. ഈ ജഡ്ജി നല്ലൊരു ജഡ്ജി ആയതുകൊണ്ട് ഞാൻ ജയിച്ചു എന്ന് പറയണമെങ്കിൽ ഒരു 5% ആളുകൾ ചിലപ്പോൾ കണ്ടെന്നിരിക്കും. അത് മതി, കാരണം ഇതൊരു താങ്ക്ലെസ് ജോബായിട്ടാണ് ഞാൻ ചെയ്തിരുന്നത്, എനിക്കറിയാം. അതൊക്കെ പോട്ടെ. അപ്പൊ അത് മൂലമായിരിക്കാം ഈ മാത്യു സാമുവലിന് എൻ്റെ അടുത്ത് വിരോധമുള്ളത്, അല്ലാതെ വേറൊന്നും എനിക്കറിയില്ല. അപ്പോൾ അതില് ഞാൻ 1-2 പേരുമായിട്ട് അതിനെ സംസാരിക്കാനിടയായിട്ടുണ്ട്. സാറിനെ കുറിച്ച് ഇങ്ങനെയൊക്കെ ഇയാൾ പറഞ്ഞല്ലോ. അപ്പൊ ഞാൻ അന്നേരം പറഞ്ഞു തന്നു. അപ്പോൾ സാറേ, ഇയാള് നന്നായിട്ട് മദ്യപിക്കും, അത് കുടിച്ച് ഇയാൾക്ക് ബോധമില്ലാതെ ഇരുന്ന് പറയുന്നതാണ് എന്ന് പറഞ്ഞു. ബോധമില്ലെങ്കിൽ അയാളെ കൈയിരിക്കണം, എന്റെ നെഞ്ചത്ത് കയറുന്നതല്ല വേണ്ടത്. ഞാൻ മനസ്സുകൊണ്ട് ഇയാളെ ഒരുപാട് പ്രാഗിയിട്ടുണ്ട്. കാരണം ഒരു കാര്യമില്ലാതെ എന്നെ തെറി പറഞ്ഞതാണ്, എന്നെ ഒരുപാട് ആക്ഷേപിച്ചതാണ്. അപ്പൊ ഉണ്ടായിട്ടുണ്ട്. അന്നേരം അയാള് എവിടെങ്കിലും ചെന്ന് വീഴും എന്ന് എനിക്കറിയാമായിരുന്നു. ഇപ്പൊ വീണ എന്താ, പാകിസ്ഥാനും ഒരു ഇല്ലാത്ത കേസ്. അതായത് ഇന്ത്യയുടെ 7 ജെറ്റുകൾ അടിച്ചിട്ടു പാകിസ്ഥാൻ. എന്നിട്ട് പറയാ എന്റെ കയ്യിൽ അതിന് രേഖയുണ്ട്. ശരിയാ, പണ്ട് ശങ്കരാടി രേഖ കാണിച്ചില്ലേ, അത് അയാളെ കാണും. അപ്പൊ ആ രേഖയുണ്ട്. എന്നിട്ട് എന്താ, രേഖ മാത്രമല്ല, അത് ഞാൻ എയർ മാർഷലിനോട് സംസാരിച്ചു. എയർ മാർഷൽ ഇയാളുടെ പോക്കറ്റ് ഇരിക്കല്ലേ സംസാരിക്കാൻ. ഇന്ത്യയിലെ എയർ മാർഷലിനോട് സംസാരിച്ചു. അവരൊക്കെ പറഞ്ഞാൽ ശരിയാണ്, ഞാൻ അത് മനസ്സിലാക്കിയിട്ട് പറയാണ്. ഇങ്ങനെയൊക്കെയുള്ള വാർത്ത നമ്മുടെ രാജ്യത്തിനെതിരെ കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളൊരു രാജ്യദ്രോഹിയല്ലേ? അതല്ലേ ചിന്തിക്കേണ്ടത്. ഒരു രാജ്യസ്നേഹി എന്ന് പറയുന്ന ആള്, ഇന്ത്യ മഹാരാജ്യത്ത് ജനിച്ച ഒരാള് ഇന്ത്യക്കെതിരെ ഇതുപോലുള്ള വർത്തമാനം പറയാമോ? എന്നിട്ട് എന്താ പാകിസ്ഥാന്റെ ഇതിനകത്ത് അവർ പറഞ്ഞിരുന്നത്? അവരാദ്യം പറഞ്ഞു പാകിസ്ഥാനിലെ ഒരു ഞാൻ BBC-യിലുള്ള ടോക്കിൽ ഞാൻ കണ്ടതാണ്, ഒരു പാകിസ്ഥാനി പറയുന്നതായിട്ട് ഈ 5 ജെറ്റ് വിമാനങ്ങൾ നടത്തുന്നതാണ്. അവർക്ക് ഒരു 5 ഉള്ളൂ, പക്ഷെ ഇയാൾക്ക് 7. അത് മാത്രമല്ല, അത് കഴിഞ്ഞിട്ട് അവരുടെ ഔദ്യോഗിക വക്താവ് യഥാർത്ഥത്തിൽ അത് ഇരുന്നുകൊണ്ട് പറഞ്ഞു, പ്രതിരോധ വക്താവ് അയാൾ പറഞ്ഞെന്താ, 3 വിമാനങ്ങൾ അവിടെ 3 അത് ഇവന്മാര് മുഴുവൻ കള്ളമേ അവർ പറയാറുള്ളൂ. അവന്മാര് പറയുന്ന കള്ളക്കഥകൾ കേട്ടോണ്ട് നമ്മുടെ രാജ്യത്തിനെതിരെ ഇതുപോലെ സംസാരിക്കുക എന്ന് പറഞ്ഞാൽ, കാരണം നമുക്ക് അങ്ങനെ ഉണ്ടാവും ഇങ്ങനെ ഉണ്ടാവും, അവന്മാരെ അടിച്ച് നശിപ്പിക്കും, അങ്ങനെ ചെയ്യും ഇങ്ങനെയും. ഇതൊക്കെ പറയുമ്പോൾ ആലോചിക്കണം, ഇത് യഥാർത്ഥ രാജ്യദ്രോഹമാണ് ഈ ചെയ്യുന്നത്. ആളുകളെ എല്ലാം തെറി പറയും. ഞാൻ പറഞ്ഞ എന്താണെന്നറിയോ, അയാൾ ഇനി ആരെടുത്തായാലും പോയിരുന്ന എന്നെ കുറിച്ച് ചിത്തറി പറയും. ഞാൻ അയാളെ തെറി പറയത്തൊന്നുമില്ല, എനിക്കതിന്റെ ആവശ്യമില്ല. അയാൾ ചെയ്തിട്ട് അയാൾ തന്നെ വാങ്ങിച്ച് കെട്ടിക്കോളും. ഏതായാലും അയാളുടെ ആ യൂട്യൂബ് ചാനലുണ്ടല്ലോ, അതില് അയാൾക്കെതിരെ ഒരു ആരോപണം വന്നിട്ടുണ്ട്. ആരോപണം എന്ന് പറയുന്നത്, അയാളെതിരെ ഒരു അക്കൗണ്ട് നമ്പർ, അയാളുടെ ബാങ്ക് അക്കൗണ്ട് നമ്പർ കൊടുക്കും. ഈ ഭിക്ഷ യാചിക്കാൻ വേണ്ടി ഈ പണി ചെയ്യേണ്ട കാര്യമുണ്ടോ? ഇത് ക്രൗഡ് ഫണ്ടിങ് മൂലം 3 കോടിയിൽ പരം രൂപ കളക്ട് ചെയ്തിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അതിനു വേണ്ടി ചെയ്യുന്ന ഇടപാടായിരിക്കും ഇത്. ഇനി ഇങ്ങനെ സൂചിപ്പിക്കാൻ പോയാൽ അയാൾ വിചാരിച്ചു കാണും. ഇത് മാത്രമല്ല, ഇതിനകത്ത് ഒരുപാട് സംശയിക്കേണ്ട കാര്യങ്ങളുണ്ട്. കാരണം ഇയാൾ ഇത് പറയാൻ കാരണം, ഇയാൾ കാൽക്കുലേറ്റഡ് ആയിട്ട് പറഞ്ഞേക്കാണ് ഇന്ത്യൻ ആർമിക്കെതിരെ സംസാരിച്ചേക്കാണ്. ഇന്ത്യൻ ആർമി കഴിവിട്ടവരാണ്. നമ്മുടെ ആർമി കഴിവിട്ടവരല്ല. നമ്മുടെ ആർമി ഏറ്റവും വലിയ ശക്തരാണ്. നമ്മുടെ രാജ്യത്തെ കാത്തു സൂക്ഷിക്കാൻ ഏറ്റവും കഴിവുള്ളവരാണ്. എന്നിട്ടാണ് ഇരുന്നുകൊണ്ട് പറയുന്നത് ഇതുപോലുള്ള വർത്തമാനം. ഈ പറയുന്നത് രാജ്യദ്രോഹമാണ്, ഒരിക്കലും ചെയ്യാൻ പാടുള്ള കാര്യമല്ല. പക്ഷെ അത് ചെയ്തു, അയാൾ അനുഭവിച്ചു. അനുഭവിച്ചു കഴിഞ്ഞപ്പോൾ തീർന്നു ഈ ഇടപാട്. അതായത് ആ യൂട്യൂബ് ചാനൽ അങ്ങ് ബ്ലോക്ക് ചെയ്തു. ഇന്ത്യയിൽ ഇത് ഇരുന്നുകൊണ്ട് ആർക്കും കാണാനൊക്കത്തില്ല. ഇന്ത്യൻ നായകരി ചാനലിലേക്ക് അപ്ലോഡ് ചെയ്യാൻ പോലും പറ്റത്തില്ല. ആ രീതിയിലായി. ആർക്കും അയാളുടെ ചാനൽ ഇന്ത്യയിൽ കാണാൻ ഒക്കത്തില്ല. ഇത് മാത്രമല്ല, ഇതിനകത്ത് ചോദിക്കും നമ്മളെ ചാനൽ ബ്ലോക്ക് ചെയ്തുകൊണ്ടായോ? ഇത്രയും വലിയ രാജ്യദ്രോഹം നടത്തിയ ഒരാൾ വെറുതെ വിടാൻ പാടുണ്ടോ? ഈ രാജ്യദ്രോഹിയെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണ്ടേ? അയാളുടെ പേരിൽ യഥാർത്ഥത്തിൽ കേസെടുക്കണം. അതാ ചെയ്യേണ്ടത്. ഇമ്മീഡിയറ്റ്ലി അയാളുടെ പേരിൽ കേസെടുക്കണം. എവിടെ ഉണ്ടെങ്കിലും അയാളെ പിടിച്ചുകൊണ്ട് വരണം. ഇതാ ചെയ്യേണ്ടത്. അയാളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം. അല്ലാതെ ബാക്കി ഉള്ള ഒരു കാര്യം എനിക്കില്ല. കാരണം ഇയാൾ ആളുകളെ തെറി പറഞ്ഞ് ശീലിച്ച് അവസാനം നമ്മുടെ രാജ്യത്തിനെതിരെയും നമ്മുടെ മിലിറ്ററിക്ക് എതിരെയും അങ്ങോട്ട് തെറി പറയാൻ തുടങ്ങി. ആ പറയാൻ തുടങ്ങിയത് അനുഭവിച്ചു. ഇതിനി എന്നെ അയാൾ തെറി പറഞ്ഞ് എന്താണെന്ന് ഞാൻ പിന്നെ അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത്. അതായത് മദ്യപിച്ചുകൊണ്ട് മാത്രമൊന്നും പറയുന്നതല്ല, അത് കാൽക്കുലേറ്റഡ് അറ്റംപ്റ്റ് ആണ്. കാരണം ഇപ്പൊ എന്നെ പോലുള്ള ഒരാളെ അതേപോലൊക്കെ ആക്ഷേപിക്കുമ്പോൾ കാണാൻ ഒരുപാട് ആള് കാണും. അയാളുടെ ചാനലിന് വ്യൂവർഷിപ്പ് കൂടും, അതിൽ നിന്ന് വരുമാനം കൂടും. അതിന് ചെയ്യുന്നതാണ് എന്നെ പോലുള്ള ആളുകളെ ഇതിൽ പിടിച്ചിട്ടത്. ആ രീതിയിലുള്ള വരുമാനം കൂട്ടാൻ വേണ്ടിയാണ് ഇപ്പൊ ഈ ചെയ്തത്. ഏതായാലും
വരുമാനം ഒന്നോടെ കൂടിയിട്ടുണ്ട്. ഇനി എങ്ങോട്ട് പോവും എന്നുള്ളത് നമുക്ക് കാത്തിരുന്നാണ്. പക്ഷേ ഇങ്ങനെയുള്ള ആളുകൾ ആര് പറഞ്ഞാലും, അത് മാത്യു സാമുവൽ എന്നല്ല, ആരായാലും നമ്മുടെ രാജ്യത്തിനെതിരെ നമ്മുടെ ഒരു ഇന്ത്യക്കാരൻ എന്നുള്ള ലേബലുള്ള ഒരാള് ഇത് പറയാനിടയായാൽ അയാളെ രാജ്യദ്രോഹിയായിട്ട് ചിത്രീകരിക്കണം. ആ രീതിയിൽ അയാളുടെ പേരിൽ നടപടിയെടുക്കണം. അതാണ് ചെയ്യേണ്ടത്.